ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഇമ്പോർട്ടന്റ് ആക്ട്സിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. സെക്ഷൻ 10 വിജിലൻസ് കമ്മീഷണർ ടു ആക്ട് ആസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഇൻ സർട്ടൺ സർക്കംസ്റ്റൻസസ്. അപ്പോൾ ഇനി വരുന്ന കുറച്ച് സാഹചര്യങ്ങൾ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് സാഹചര്യങ്ങളിൽ വിജിലൻസ് കമ്മീഷണറിനെ അല്ലെങ്കിൽ വിജിലൻസ് കമ്മീഷണർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അത് ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 10 വിജിലൻസ് കമ്മീഷണർ ടു ആക്ട് ആസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഇൻ സർട്ടൺ സർക്കംസ്റ്റൻസസ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വിജിലൻസ് കമ്മീഷണർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡെത്തോ റെസിഗ്നേഷനോ ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷണറിന് എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു വേക്കൻസി വന്നു, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിന് ഒരു വേക്കൻസി വന്നു, ഒരു മരണം കാരണം അല്ലെങ്കിൽ റെസിഗ്നേഷൻ കാരണം മറ്റേതെങ്കിലും ഒരു കാരണത്താൽ നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറിന്റെ ഓഫീസിന് ഒരു വേക്കൻസി വന്നു എങ്കിൽ നമ്മുടെ ആര് വരും പകരം? ആ ഒരു ചുമതല ആർക്കായിരിക്കും? നമ്മുടെ വിജിലൻസ് കമ്മീഷണറിനായിരിക്കും. നമ്മുടെ പ്രസിഡന്റിന് ഒരു നോട്ടിഫിക്കേഷൻ വഴി വിജിലൻസ് കമ്മീഷണറിനെ താൽക്കാലികമായിട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, പ്രൊവൈഡഡ് ആ ഒരു വേക്കൻസി ഫിൽ ആവുന്നത് വരെ. But in the event of occurrence of any vacancy in the office of Central Vigilance Commissioner by reason of his death, resignation or otherwise, the President may, by notification, authorize one of the Vigilance Commissioners to act as the Central Vigilance Commissioner until the appointment of a new Central Vigilance Commissioner to fill such vacancy. അപ്പോൾ ആ ഒരു വേക്കൻസി ഫിൽ ആവുന്നത് വരെയും അല്ലെങ്കിൽ അതിലേക്ക് ഒരു അപ്പോയിൻമെന്റ് നടക്കുന്നത് വരെ വിജിലൻസ് കമ്മീഷണറിനെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സെക്ഷൻ 11 പവർ റിലേറ്റിംഗ് ടു ഇൻക്വയറീസ്. ഇൻക്വയറീസുമായി ബന്ധപ്പെട്ട പവേഴ്സ്, ഇൻക്വയറീസുമായി ബന്ധപ്പെട്ട പവേഴ്സ് ആണ്. But the commission shall, while conducting any inquiry referred to in clause B and C of subsection 1 of section 8, have all the powers of a civil court. നിങ്ങൾ ആ സബ്സെക്ഷനും കാര്യങ്ങളും ഒന്നും ഓർത്തിരിക്കേണ്ട. പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട്, ഈ ഒരു കാര്യം മാത്രം മതി. പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട്. അപ്പൊ CVCക്ക് ഒരു സിവിൽ കോർട്ടിന്റെ അധികാരമുണ്ട് അല്ലെങ്കിൽ അധികാര പരിധിയുണ്ട്. അപ്പൊ സിവിൽ കോർട്ടിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പല ആക്ടുകളിലും പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും പറയുന്നില്ല. നമുക്ക് ആക്ടിലുള്ള വേർഡിങ്സ് നോക്കാം. Summoning and enforcing the attendance of any person from any part of India and examining him or not. ഇന്ത്യയിലെ ഏത് ഭാഗത്ത് നിന്ന് ഉള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും സമോൺ ചെയ്യാനും, അതായത് കോടതിയിലേക്ക് വിളിച്ചു വരുത്താനും, അദ്ദേഹത്തിന്റെ ഹാജർ ഉറപ്പാക്കാനും, അതേപോലെ തന്നെ സത്യവാങ്മൂലത്തിന് മുകളിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തിനെ എക്സാമിൻ ചെയ്യാനുമുള്ള അധികാരം. ഇനി ഏതൊരു ഡോക്യുമെന്റും കണ്ടെത്താനും ഹാജരാക്കാനുമുള്ള അധികാരം. സത്യവാങ്മൂലത്തിന് മുകളിൽ എവിഡൻസ് റിസീവ് ചെയ്യാനുള്ള അധികാരം. സത്യവാങ്മൂലത്തിന് മുകളിൽ എവിഡൻസ് റിസീവ് ചെയ്യാനുള്ള അധികാരം. ഏതൊരു പബ്ലിക് റെക്കോർഡ് ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി എടുക്കാനോ ഉള്ള അധികാരം. അതിപ്പോ ഏത് ഓഫീസ് ആയിക്കോട്ടെ, ഏത് കോർട്ട് ആയിക്കോട്ടെ. ഇനി അതേപോലെ തന്നെ ഇഷ്യൂയിങ് കമ്മീഷൻസ് ഫോർ ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ഓർ അതർ ഡോക്യുമെന്റ്സ്. മറ്റേതൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യാനുള്ള അധികാരം. അവരെ വിളിച്ചു വരുത്താനും എക്സാമിനും ചെയ്യാനുള്ള അധികാരം. ഏതൊരു വ്യക്തിയെയും വിളിച്ചു വരുത്താനും എക്സാമിൻ ചെയ്യാനുള്ള അധികാരമാണ്. അതേപോലെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത ഏതൊരു അധികാരവും. ഇനി സെക്ഷൻ 11 പോവാം. ഡയറക്ടർ ഓഫ് ഇൻക്വയറി ഫോർ മേക്കിംഗ് പ്രിലിമിനറി ഇൻക്വയറി. നമ്മൾ പ്രാഥമിക അന്വേഷണത്തിനെ പറ്റി പറഞ്ഞില്ലേ, 90 ദിവസത്തിനകത്ത് പ്രാഥമിക അന്വേഷണം നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥൻ വേണ്ടേ? ആ ഉദ്യോഗസ്ഥനെയാണ് ഡയറക്ടർ ഓഫ് ഇൻക്വയറി എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക അന്വേഷണം നടത്തുന്ന ആള് നമ്മുടെ ഡയറക്ടർ ഓഫ് ഇൻക്വയറി. അപ്പൊ ആരെയാണ് ഡയറക്ടർ ഓഫ് ഇൻക്വയറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ താഴെയല്ലാത്ത ഒരു വ്യക്തി. കേന്ദ്ര സർക്കാരിന്റെ കീഴില് ജോയിന്റ് സെക്രട്ടറി റാങ്കിന് താഴെ അല്ലാത്ത ഒരു വ്യക്തിയെ കേന്ദ്ര സർക്കാരിന് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. എന്തിനാ? പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി. Refer to the commission by the Lokpal. There shall be a director of inquiry not below the rank of joint secretary to the government of India who shall be appointed by the central government
for conducting preliminary inquiries referred to the commission by the Lokpal. ഇനി ലോക്പാല് ഈ പറയുന്ന കമ്മീഷന് റിഫർ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി ഡയറക്ടർ ഓഫ് ഇൻക്വയറി അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഷാൽ പ്രൊവൈഡ് ദ ഡയറക്ടർ ഓഫ് ഇൻക്വയറി സച്ച് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് മേ ബി റിക്വയർഡ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഫങ്ഷൻസ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ ഡയറക്ടർ ഓഫ് ഇൻക്വയറിക്ക് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി ധാരാളം സ്റ്റാഫുകളുടെ ആവശ്യം വരും. അപ്പോൾ ആ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യണം? കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്യണം. കേന്ദ്ര സർക്കാർ ഡയറക്ടർ ഓഫ് ഇൻക്വയറിക്ക് വേണ്ട ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും ഈ ഒരു നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നൽകണം, പ്രൊവൈഡ് ചെയ്യണം. ഇനി സെക്ഷൻ 12 വരുമ്പോൾ പ്രൊസീഡിങ്സ് ബിഫോർ കമ്മീഷൻ ടു ബി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. സിവിൽ കോടതിയുടെ അധികാര പരിധി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താണ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്? അല്ലേ ഈ പറയുന്ന കമ്മീഷന് മുൻപാകെ നടക്കുന്ന എല്ലാ പ്രൊസീഡിങ്സും? അതെ. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പ്രൊസീഡിങ്സ് എല്ലാം ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. ദ കമ്മീഷൻ ഷാൽ ബി ഡീംഡ് ടു എ സിവിൽ കോർട്ട്. സിവിൽ കോർട്ടിന്റെ അധികാര പരിധിയുള്ള സ്ഥാപനമാണ്. അപ്പൊ പിന്നെ ഉറപ്പായും ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. ആൻഡ് എവരി പ്രൊസീഡിംഗ് ബിഫോർ ദ കമ്മീഷൻ ഷാൽ ബി ഡീംഡ് ടു എ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്. ഇനി ചാപ്റ്റർ 4 സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. 5 ചാപ്റ്റർ ആണ് ഉള്ളത്. അതിൽ 4ാമത്തെ ചാപ്റ്റർ ആണ് എക്സ്പെൻസസ് ആൻഡ് ആനുവൽ റിപ്പോർട്ട്. എക്സ്പെൻസസ് ആൻഡ് ആനുവൽ റിപ്പോർട്ട്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷണർമാര് മറ്റ് സ്റ്റാഫുകൾ ഇവരുടെയൊക്കെ ശമ്പളം, ആനുകൂല്യങ്ങൾ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ, ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് വരുന്ന ചെലവുകൾ, ഈ ചെലവുകൾക്കെല്ലാം എവിടെന്നാ ഫണ്ട് കിട്ടുന്നത്? ഇതിനൊക്കെ ഉള്ള ഫണ്ട് കണ്ടുപിടിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രാൻഡ് ഒന്നും അല്ല, കൺസോളിഡേറ്റഡ് ഫണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ അല്ലേ ഇത്? ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? പ്രസിഡന്റ് ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. അപ്പൊ പിന്നെ അവരുടെ ശമ്പളം കൊടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്, അല്ലേ? എക്സ്പെൻസസ് ഓഫ് ഇപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ എല്ലാം ഈ പറയുന്ന സാലറി ഒക്കെ വരുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പൊ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്, നാളെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാൻ പോകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ചില കമ്മീഷൻസിലൊക്കെ ആണ് എങ്കിൽ സർക്കാരിന്റെ ഗ്രാൻഡ് ആയിരിക്കും. ഇപ്പൊ യൂണിവേഴ്സിറ്റീസ്, ഇതൊക്കെ സർക്കാരിന്റെ ഗ്രാൻഡ് ആണ്. നമ്മുടെ KSRTC പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ, ഇവിടെയും സർക്കാരിന്റെ ഗ്രാൻഡ് ഒക്കെ ലഭിക്കും. KSRTC പറയുന്ന കോർപ്പറേഷൻ ആണല്ലോ. ഇപ്പൊ എക്സ്പെൻസസ് ഓഫ് കമ്മീഷൻ ടു ബി ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഈ സ്ഥാപനങ്ങൾക്ക് അവരുടേതായ വരുമാനം ഉണ്ടാവും, പക്ഷെ അതിന് പുറമെ സർക്കാരിന്റെ ഗ്രാൻഡും കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, ഇവരുടെയൊക്കെ ശമ്പളം, ആനുകൂല്യങ്ങൾ, പിന്നെ ഇതിൽ പറയാത്ത ഒരു കാര്യം കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അതും എല്ലാം ചാർജ് ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഇനി സെക്ഷൻ 14 വരാം. സെക്ഷൻ 14 ആനുവൽ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 14 ആനുവൽ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ആനുവൽ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കും? ഇപ്പൊ കമ്മീഷൻ ആണെന്ന് അറിയാം, കമ്മീഷൻസ് എല്ലാം ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ കാര്യവും നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലേ? കാരണം നമ്മൾ കുറെ ആക്ടുകളിലും കുറെ പൊളിറ്റിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് പ്രസിഡന്റിന് മുൻപാകെ സമർപ്പിക്കണം. President, a report has to work done by the commission within 6 months of the close of the year under the report. അപ്പോൾ 6 മാസത്തിനുള്ളിൽ, ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൽ എവിടെയാണോ എൻഡ് ചെയ്യുന്നത്, ആ റിപ്പോർട്ടിൽ ഏത് മാസം വരെയുള്ള കാര്യമാണോ പറയുന്നത്, ആ മാസം മുതൽ 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് പ്രസിഡന്റിന് സമർപ്പിക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ലേ, അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കണം. ഈ ഒരു റിപ്പോർട്ടിൽ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവര് ഒരു വർഷം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു സ്പെഷ്യൽ ഭാഗം ഉണ്ടായിരിക്കണം. അതൊരു വ്യത്യാസമാണ് ഈ ഒരു ആക്ടിൽ പറയുന്ന, ഈ ഒരു ആക്ടിൽ വരുന്ന ഒരു റെയർ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പ്രസിഡന്റിന് കിട്ടുന്ന സമയത്ത് പ്രസിഡന്റ് അത് എവിടെ സമർപ്പിക്കണം? പാർലമെന്റിന് മുൻപാകെ സമർപ്പിക്കണം. പാർലമെന്റിന് മുൻപാകെ ഇരു സഭകളിലും, ലെയ്ഡ് ബിഫോർ ഈച്ച് ഹൗസ് ഓഫ് പാർലമെന്റ്. അപ്പൊ ആർക്കാണ് നൽകണ്ടേ? പ്രസിഡന്റിന് നൽകണം. ഈ പറയുന്ന 6 മാസം, ഒരു ഇയർ എൻഡ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ ഏത് മാസം വരെയുള്ള കാര്യങ്ങളാണോ ഉള്ളത് ആ മാസം മുതൽ 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ആക്ടിൽ ഒരു സ്പെഷ്യൽ ഭാഗം ഉണ്ടായിരിക്കണം. ആ ഭാഗത്തിൽ എന്താ ഉണ്ടായിരിക്കണ്ടേ? ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടി എത്രയും പെട്ടെന്ന് പാർലമെന്റിന്റെ ഇരു സഭകൾക്ക് മുൻപാകെ സമർപ്പിക്കണം. ഇനി ചാപ്റ്റർ 5 നമുക്ക് പോകാം.
മിസ്ലീനിയസ്. അഞ്ചാമത്തെ ചാപ്റ്റർ ആണ്, ഫൈനൽ ചാപ്റ്റർ ആണ്. സെക്ഷൻ 15 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്ഷൻ 15 പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ സതുദ്ദേശത്തോടെ നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറോ വിജിലൻസ് കമ്മീഷണേഴ്സോ മറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളോ എടുക്കുന്ന ഒരു തീരുമാനത്തിന് മുകളിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം കാരണം ഈ പറയുന്ന ആൾക്കാർക്കെതിരെ ഒരു നടപടിയും നിയമ നടപടിയും സ്വീകരിക്കാൻ പാടില്ല. നോ സ്യൂട്ട്, പ്രോസിക്യൂഷൻ ഓർ അതർ ലീഗൽ പ്രൊസീഡിംഗ് ഷാൽ ലൈ അഗെയിൻസ്റ്റ് ദ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ അല്ലെങ്കിൽ വിജിലൻസ് കമ്മീഷണർ, സെക്രട്ടറി അല്ലെങ്കിൽ ഏതൊരു സ്റ്റാഫ്. കാരണം സതുദ്ദേശത്തോടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കേർട്ടയിൽ ചെയ്യും, അവരുടെ ഒരു മനോഭാവത്തിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യം ഇത്. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രൊവിഷനാണ്. ഒട്ടുമിക്ക ആക്ടിലും ഇതേ പ്രൊവിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒട്ടുമിക്ക ആക്ടിലും ഇതേ പ്രൊവിഷൻ ഉണ്ട്. Section 16, Central Vigilance Commissioner and staff to be public servants. അപ്പോൾ നമ്മുടെ വിജിലൻസ് കമ്മീഷനിലുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷണറും വിജിലൻസ് കമ്മീഷണേഴ്സും അതേപോലെ സെക്രട്ടറി സ്റ്റാഫുകൾ എല്ലാവരും എന്താണ്? പൊതുസേവകരാണ് അല്ലേ? ഇവരെല്ലാം പബ്ലിക് ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നത്? ഇവരെല്ലാവരും പൊതുസേവകരല്ലേ? ഇവരെല്ലാവരും പൊതുസേവകരാണ്. ഇനി സെക്ഷൻ 17 വരുന്ന സമയത്ത് report of any inquiry made on reference by commission to be forwarded to that commission. ഇപ്പൊ നമ്മുടെ കമ്മീഷൻ ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് ഒരു കാര്യം അന്വേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് റെഫർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ ഏജൻസി കമ്മീഷന് മുൻപാകെ സമർപ്പിക്കണം. അതാണ് സെക്ഷൻ 17. ഇപ്പോൾ റിപ്പോർട്ട് ഓഫ് എൻക്വയറി അണ്ടർടേക്കൺ ബൈ ഏത് ഏജൻസി, അന്വേഷണം നടത്തുന്ന ഏത് ഏജൻസി ആയിക്കോട്ടെ, നമ്മുടെ ഈ പറയുന്ന കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത അല്ലെങ്കിൽ കമ്മീഷന്റെ റെഫറൻസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ കമ്മീഷൻ അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഓർഡറിന്റെ ബേസിസിൽ അന്വേഷണം നടത്തുന്ന ഏതൊരു ഏജൻസി ആണെങ്കിലും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കമ്മീഷന് മുൻപാകെ സമർപ്പിക്കണം. കമ്മീഷൻ ഷാൽ ഓൺ റെസീപ്റ്റ് ഓഫ് സച്ച് റിപ്പോർട്ട്. അപ്പൊ ഈ പറയുന്ന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പിന്നീട് എന്ത് നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അഡ്വൈസ് ചെയ്യാം. അവരെ ഡയറക്റ്റും ചെയ്യാം, അവരെ അഡ്വൈസ് ചെയ്യാനുള്ള അധികാരവും നമ്മുടെ കമ്മീഷൻ ഉണ്ട്. നോക്കാം നമുക്ക്. The commission shall, on receipt of such report and after taking into consideration any other factors relevant thereto, advise the central government and corporations established by or under any central act. Okay. The government companies, societies, local authorities owned or controlled by that government as the case may be as to the further course of action. അപ്പോൾ ഗവൺമെന്റ് കമ്പനീസ്, സൊസൈറ്റീസ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദാറ്റ് ഗവൺമെന്റ് ആസ് ദ കേസ് മേ ബി ആസ് ദ ഫർദർ കോഴ്സ് ഓഫ്, ഇനി എന്ത് ചെയ്യണം എന്ന് അവരോട് ശുപാർശ ചെയ്യാം. ഇനി ഈ പറയുന്ന അഡ്വൈസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ സ്ഥാപനങ്ങളും ചെയ്തിരിക്കണം. സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ കോർപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർ അണ്ടർ എനി സെൻട്രൽ ആക്ട്, ഗവൺമെന്റ് കമ്പനീസ്, സൊസൈറ്റീസ് ആൻഡ് അതർ ലോക്കൽ അതോറിറ്റീസ് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ് ആസ് ദ കേസ് മേ ബി ഷാൽ കൺസിഡർ, ഇത്ര ഓർത്താൽ മതി, shall consider the advice of commission and take appropriate action. അപ്പോൾ ഈ പറയുന്ന അഡ്വൈസ് സ്വീകരിച്ച് അപ്രോപ്രൈറ്റ് ആയിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കണം. പറയുന്ന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സോ അല്ലെങ്കിൽ കമ്പനീസോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അപ്രോപ്രൈറ്റ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. എന്തെങ്കിലും കാരണവശാൽ ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് എന്ന ഉൾപ്പെടെ ഇൻ റൈറ്റിംഗ് ആയിട്ട് കമ്മീഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. Provided that where the central government, any corporation established by or under any act, government company, society or local authority owned or controlled by central government as the case may be, does not agree with the advice of the commission. അപ്പോൾ ഈ കമ്മീഷന്റെ അഡ്വൈസിന് എഗ്രി ചെയ്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇറ്റ് ഷാൽ ഫോർ റീസൺസ് ടു ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ് കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ദ കമ്മീഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇൻ റൈറ്റിംഗ് ആയിട്ട് കമ്മീഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി സെക്ഷൻ 18 പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ.
ഇപ്പോൾ പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഏതൊരു ഡിപ്പാർട്ട്മെന്റ്, ഏതൊരു സ്ഥാപനം, ഏതൊരു കോർപ്പറേഷൻ, ഏതൊരു കമ്പനി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള എന്ത് സംഭവം ആയിക്കോട്ടെ, അവിടെ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻസ്, അതായത് റിപ്പോർട്ട്സ്, റിട്ടേൺസ്, സ്റ്റേറ്റ്മെന്റ്സ്, ഇതെല്ലാം കളക്ട് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉണ്ട്. എന്നാൽ മാത്രമേ അല്ലേ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003 പ്രൊവിഷൻസ് പ്രകാരമുള്ള ഫങ്ഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമല്ലേ ഈ സ്ഥാപനങ്ങളിലൊക്കെ അഴിമതി ഇല്ല എന്ന് ഉറപ്പാക്കാൻ സാധിക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഈ ഒരു അധികാരം വരുന്നത്. The Commission may call for reports, returns and statements from the central government or corporations established by or under any central act, government companies, societies and other local authorities owned or controlled by that government, so as to enable it to exercise, എന്തിനു വേണ്ടിയാ, to exercise general supervision over the vigilance and anti-corruption work in that government and in the said corporations, government companies, societies and local authorities. ആൻറ്റി കറപ്ഷന് വേണ്ടിയും വിജിലൻസിനൊക്കെ വേണ്ടിയാണ്, ഈ പറയുന്ന അഴിമതിയൊക്കെ തടയാൻ വേണ്ടി ആണ് അങ്ങനെ ഒരു അധികാരം വരുന്നത്. ഇനി അടുത്ത സെക്ഷൻ 19, കൺസൾട്ടേഷൻ വിത്ത് കമ്മീഷൻ ഇൻ സർട്ടൺ മാറ്റേഴ്സ്. അല്ലെ, ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഈ പറയുന്ന സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ അപ്പോയിന്റ് ചെയ്യുന്നത്, ഇതെല്ലാം കമ്മീഷനുമായി കൺസൾട്ട് ചെയ്തിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മാണ സമയത്ത്, ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കമ്മീഷനുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നമുക്കൊന്ന് നോക്കാവേ. The central government shall, in making any rules or regulations governing the vigilance or disciplinary matters relating to persons appointed to public services. Okay അല്ലേ, പബ്ലിക് സർവീസസിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡിസിപ്ലിനറി മാറ്റേഴ്സ് പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റൂൾസ് നിർമ്മിക്കുന്ന സമയത്തും ആൻഡ് ഇൻ കണക്ഷൻ വിത്ത് ദ അഫയേഴ്സ് ഓഫ് ദ യൂണിയൻ ഓർ ടു മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് കൺസൾട്ട് ദ കമ്മീഷൻ. അപ്പോൾ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്ന ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്, അതേപോലെ തന്നെ ഇത് മാത്രമല്ല കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഇവരുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ മുകളിൽ റൂൾസ് നിർമ്മിക്കുന്ന സമയത്ത് കമ്മീഷനുമായി ചർച്ച ചെയ്തിട്ട് വേണം കേന്ദ്ര സർക്കാർ നിയമങ്ങൾ ഫ്രെയിം ചെയ്യാൻ. ഇനി സെക്ഷൻ 20, പവർ ടു മേക്ക് റൂൾസ്. ഇപ്പം നമ്മുടെ സെൻട്രൽ വിജിലൻസ് ആക്ടിനകത്തുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊവിഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാർ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് ഈ റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റൂൾസ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റാഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ പറയുന്ന കമ്മീഷനിലുള്ള സ്റ്റാഫുകളുടെ എണ്ണം, അതേപോലെ തന്നെ അവരുടെ സാലറി, അലവൻസ്, മറ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. ഇനി അതേപോലെ തന്നെ സിവിൽ കോടതിയുടെ അധികാര പരിധി കൊണ്ട് ഈ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ് കമ്മീഷന്റെ പ്രൊസീഡിങ്സ്. അപ്പോൾ ഈ സിവിൽ കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സിവിൽ കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നല്ല, സിവിൽ കോടതിയുടെ എന്തൊക്കെ അധികാരങ്ങളാണ് നമ്മുടെ കമ്മീഷനുള്ളത്, ഈ കാര്യങ്ങളിൽ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ എനി അതർ മാറ്റർ വിച്ച് ഈസ് റിക്വയർഡ് ടു ബി ഓർ മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ എനി അതർ മാറ്റർ വിച്ച് ഈസ് റിക്വയർഡ് ടു ബി ഓർ മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇനി സെക്ഷൻ 21 പവർ ടു മേക്ക് റെഗുലേഷൻസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അത് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഒരു കാര്യമാണ്. കമ്മീഷൻ മേ വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ബൈ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതേപോലെ തന്നെ കമ്മീഷനും റൂൾസും റെഗുലേഷൻസും ഫോം ചെയ്യാം കേട്ടോ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിനും പറ്റും. അതേപോലെ തന്നെ കമ്മീഷനും റൂൾസും റെഗുലേഷൻസും ഫ്രെയിം ചെയ്യാം. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയോർ അപ്രൂവൽ ഉണ്ടായിരിക്കണം. രണ്ടും ഉണ്ടേ, ഒന്ന് ഓർത്ത് വെച്ചോളുക. ദ കമ്മീഷൻ മേ വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ബാക്കി പ്രോസസ് ഒക്കെ സെയിം തന്നെ. മേക്ക് റെഗുലേഷൻ നോട്ട് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ആക്ട്, അതായത് ആക്ടിലെ പ്രൊവിഷൻസ് പോലെ, അല്ലെങ്കിൽ ആക്ടിലെ പ്രൊവിഷൻസിന് ഒപ്പോസ് ചെയ്യാത്ത രീതിയിൽ. ആൻഡ് ദീസ് റൂൾസ് മെയ്ഡ് അണ്ടർ ടു പ്രൊവൈഡ് ഫോർ ഓൾ മാറ്റേഴ്സ് ഫോർ വിച്ച് provision is expedient for the purpose of giving effect to the provisions of this act. This also includes, അപ്പോൾ ഇതിൽ നമ്മുടെ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, പവേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ വരും. കാരണം സെക്രട്ടറിക്ക് എന്തൊക്കെ ചുമതലകളാണ് എന്ന് കമ്മീഷനാണ് പറയുന്നത്. അപ്പോൾ സെക്രട്ടറി എന്തൊക്കെ ചുമതലകൾ ചെയ്യണമെന്ന് വെച്ചാൽ, കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്മീഷൻ പറയുന്ന എല്ലാ ഡ്യൂട്ടീസും ഫങ്ഷൻസും അദ്ദേഹം നിർവഹിക്കണം.
ഇനി അതേപോലെ തന്നെ കമ്മീഷൻ പാലിക്കേണ്ട പ്രൊസീജിയേഴ്സ്. ഇനി സെക്ഷൻ 22 വരാം. സെക്ഷൻ 22 നോട്ടിഫിക്കേഷൻ റൂൾ എക്സെട്ര ടു ബി ലേഡ് ബിഫോർ പാർലമെന്റ്. അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ ബേസിസിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ കമ്മീഷനോ ഏത് റൂളോ റെഗുലേഷനോ എന്ത് നിർമ്മിച്ചാലും പാർലമെന്റിന്റെ ഇരുസഭകൾക്ക് മുൻപാകെ ഏറ്റവും കുറഞ്ഞത് 30 ദിവസമെങ്കിലും സമർപ്പിച്ചിരിക്കണം. ഇപ്പോൾ എവറി നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ഓർ എവറി റൂൾ മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് എവറി റെഗുലേഷൻ മെയ്ഡ് ബൈ ദ കമ്മീഷൻ. ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ ഇവർ രണ്ടുപേരും, കാരണം രണ്ടുപേർക്കും അതിനുള്ള അധികാരമുണ്ട്. ഈ രണ്ടുപേരിൽ ആരാണോ ഈ പറയുന്ന റൂൾസോ റെഗുലേഷൻസോ ഉണ്ടാക്കുന്ന ആ റൂൾസും റെഗുലേഷൻസും പാർലമെന്റിന്റെ ഇരുസഭകൾക്കും മുൻപാകെ ഏറ്റവും കുറഞ്ഞത് 30 ദിവസമെങ്കിലും സമർപ്പിച്ചിരിക്കണം. അത് 1 2 അതിൽ കൂടുതലോ സെഷൻസ് ആയിട്ട് ആകാവുന്നതാണ്. ഇനി പാർലമെന്റിന്റെ ഇരുസഭകളും ഇതിന്റെ മുകളിൽ തീരുമാനമെടുക്കാം. അതായത് ഈ പറയുന്ന റൂൾസ് ഈ നിയമമായിട്ട് ഓക്കെ ആണ്, നിയമവുമായി കറസ്പോണ്ട് ചെയ്യുന്നതാണ്. ഇനി അഥവാ പാർലമെന്റിന് ഒരു അഭിപ്രായമുണ്ട് ഈ ഒരു റൂള് ഈ ആക്ടിന്റെ പ്രൊവിഷനോ ഒപ്പോസ് ചെയ്യുന്നതാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു റൂള് ഇൻവാലിഡ് ആവും. അല്ല എങ്കിൽ പാർലമെന്റ് പറയുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസിന് ശേഷം മാത്രമേ ഈ റൂൾസ് എല്ലാം പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതാണ് ഇനി പറയുന്നത്. അത് കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ, എല്ലാ ആക്ടിലും ആ പറയുന്ന കാര്യം ഉള്ളതാ. ഇനി അടുത്ത സെക്ഷൻ 23 വരുന്ന സമയത്ത് പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു ആക്ടിലെ പ്രൊവിഷൻസ് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, റൂൾസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള മാറ്റം ഈ ഒരു ആക്ട് നിലവിൽ വന്ന് 2 വർഷത്തിനുള്ളിൽ ആയിരിക്കണം. 2 വർഷത്തിനുള്ളിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കണം. 2 വർഷത്തിന് ശേഷം മാറ്റങ്ങളൊന്നും സാധിക്കുകയില്ല. അപ്പോൾ if any difficulty arises in giving effect to the provisions of this act, the central government may by order remove the difficulty, provided that no such order shall be made after the expiry of a period of 2 years from the date of commencement of this act. ക്ലിയർ ആണ്, ഇതും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ആക്ട് നിലവിൽ വന്നതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് റൂൾസോ റെഗുലേഷനോ നോട്ടിഫിക്കേഷൻ ആയിട്ടോ 2 വർഷത്തിനുള്ളിൽ തന്നെ സർക്കാർ കൊണ്ടുവരണം, അതിനുശേഷം പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഏതൊരു നോട്ടിഫിക്കേഷനോ ഏതൊരു റൂളോ ആണ് എങ്കിലോ അതും പാർലമെന്റിന്റെ ഇരുസഭകൾക്ക് മുൻപാകെ സമർപ്പിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. ഇനി സെക്ഷൻ 24 വരുന്ന സമയത്ത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു എക്സിസ്റ്റിംഗ് വിജിലൻസ് കമ്മീഷൻ, നിലവിലുള്ള വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ. അപ്പം ഇതെന്താന്ന് വെച്ചാലേ, ഇപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരാം, ഈ ഒരു സെക്ഷൻ ഒരു കൺഫ്യൂഷൻ വരാം. നമുക്കറിയാം 2003 നിയമമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിയമം വരുന്ന സമയത്ത് തന്നെ ഓൾറെഡി ആരുണ്ട്, നമ്മുടെ വിജിലൻസ് കമ്മീഷൻ ഓൾറെഡി വർക്കിംഗ് ആണ്, അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നിയമത്തിന് വരുന്നതിന് മുൻപേ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ എല്ലാ കാര്യങ്ങളും, അവർ ഇതിനു മുന്നേ നടത്തിയ പ്രൊസീഡിങ്സ്, ട്രയൽസ്, തീരുമാനങ്ങൾ, ഇതെല്ലാം ഈ ഒരു നിയമം വന്നതിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മീഷനിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും. അതായത് ഈ പറയുന്ന നിയമം വരുന്നതിന് മുന്നേ തന്നെ കമ്മീഷൻ പല പ്രൊസീഡിങ്സ് നടത്തിയിട്ടുണ്ടാവും, പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും, പല ഓർഡേഴ്സും സർക്കുലേഴ്സും ഒക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ഈ ഒരു നിയമത്തിന് ശേഷം വന്ന അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിന്റെ ബേസിസിൽ വന്ന കമ്മീഷനിൽ നിന്ന് വന്നതാണ് എന്ന അതേ രീതിയിൽ തന്നെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന നമ്പേഴ്സും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ ആക്ച്വലി ഈ പറയുന്ന കാര്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് ആണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, വേർഡിങ്സ് കാണാതെ പഠിക്കണ്ട. വിത്ത് എഫക്ട് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മീഷൻ അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 3. സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അത് തന്നെ. The Central Vigilance Commission set up by the resolution of the Government of India in Ministry of Home Affairs dated 11 February 1964, hereafter referred to in this section as the existing Vigilance Commission. അപ്പോൾ പഴയ കമ്മീഷനെ തന്നെ നിലവിലുള്ള കമ്മീഷനായിട്ട് അവർ വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കമ്മീഷനായിട്ട് പറയുക. Shall in so far as its function are not inconsistent with the provisions of this act continue to discharge the said functions. അപ്പോൾ ഇപ്പോൾ ഉള്ള ആക്ടിൻ്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യാത്തടത്തോളം കാലം അതേ ആ പറയുന്ന കമ്മീഷൻ തന്നെ തുടരുന്നതാണ്.
ഓൾ ആക്ഷൻസ് അതേപോലെ തന്നെ ഈ പറയുന്ന കമ്മീഷൻ ഇതിന് മുന്നേ എടുത്ത, അതായത് ഈ ഒരു നിയമം വരുന്നതിന് മുന്നേ എടുത്ത എല്ലാ ആക്ഷൻസും ഡിസിഷൻസും എല്ലാം ഈ ഒരു ആക്ട് വന്നതിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മീഷനാണ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻസും ആക്ഷൻസും എല്ലാം അതേപോലെ വാലിഡ് ആണ്. ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് ആർ റിലേറ്റബിൾ ടു ദ ഫങ്ഷൻസ് ഓഫ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ടേക്കൺ ബൈ ദ കമ്മീഷൻ. ഇനി അതേപോലെ തന്നെ എല്ലാ പ്രൊസീഡിങ്സ്, അതേപോലെ തന്നെ ഈ പറയുന്ന വിജിലൻസ് കമ്മീഷന് മുൻപാകെ പെൻഡിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ വന്ന ഒരു കമ്മീഷന്റെ പ്രൊസീഡിങ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പെൻഡിങ് ആയി വരുന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് പഴയ കമ്മീഷനും പുതിയ കമ്മീഷനും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്നാണ് പറഞ്ഞു പോകുന്നത്, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ നേരത്തെ വിജിലൻസ് കമ്മീഷനിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസിനെ ആരെയും പിരിച്ചുവിടാനൊന്നും പറ്റത്തില്ല. പുതിയ കമ്മീഷൻ വന്നാൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ പുതിയ കമ്മീഷനിൽ ഇതേ എംപ്ലോയീസിന് തന്നെയാണ് ഈ പുതിയ കമ്മീഷൻ അല്ലെങ്കിൽ ആക്ടിന്റെ ബേസിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മീഷൻ എന്നുള്ള രീതിയിൽ ഇവർക്ക് തന്നെയാണ് വീണ്ടും ടെനർ വരുന്നത്. എംപ്ലോയീസ് ഓഫ് ദ വിജിലൻസ് കമ്മീഷൻ ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ദ എംപ്ലോയീസ് ഓഫ് ദ കമ്മീഷൻ ഓഫ് ദ സെയിം ടേംസ് ആൻഡ് കമ്മീഷൻ. ഇത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ നേരത്തെ വിജിലൻസ് കമ്മീഷന്റെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം ഈ പുതിയ കമ്മീഷൻ ഈ കമ്മീഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മീഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പക്ഷെ അങ്ങനെ ഒരു ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ആക്ടിൽ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇനി when the Central Vigilance Commissioner is unable to discharge his functions owing to absence on leave or otherwise, such one of the Vigilance Commissioner, as the President may by notification authorize in this behalf, shall discharge the functions of Central Vigilance Commissioner until the date the Central Vigilance Commissioner resumes his duties. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 2 ഉള്ളത്. നന്നായി പഠിക്കുക. ഇനി ഒരു പാർട്ടും കൂടി ഉണ്ട്, അതോടെ ഈ ഒരു ആക്ട് നമുക്ക് തീരുന്നതാണ്. താങ്ക് യു.